റാപ്പിന് എന്താണ് ആദിവാസി സമൂഹവുമായുള്ള ബന്ധം ചോദിക്കുന്നത് ആരാന്നല്ലേ? വർത്തമാന കാലഘട്ടത്തിലെ സാമൂഹിക നവോത്ഥാന നായിക. പണ്ടൊരിക്കൽ ചിത്രങ്ങളിൽ, സിനിമകളിൽ കുഴപ്പങ്ങളുണ്ടെന്ന് തന്നെ വിളിച്ച ആളുകൾ പറയുന്നത് മലയാളികൾ കണ്ട് അത് ഹിറ്റാക്കുന്നതിന് വേണ്ടിയാണെന്ന് സ്വന്തം സ്ഥാനം തിരിച്ചറിഞ്ഞ മഹത്തായ നവോത്ഥാന നായിക. ആ നായികയുടെ പ്രഭാഷണമാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഹിറ്റ്. വേടൻ എത്രമേൽ വേദനിപ്പിക്കുന്നുവെന്നും വേടന് കാണത്തക്ക പൂണൂലില്ലാത്തതിൻ്റെ ദുഃഖവും ആ പൂണൂലുകൾക്ക് മുമ്പിൽ വിധേയത്വം പ്രകടിപ്പിച്ചു പോയ ആ പാരമ്പര്യത്തിൻ്റെ ചരിത്രവുമൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു എന്നുള്ളതാണ് സാക്ഷാൽ നമ്മുടെ ശശികലയുടെ ഏറ്റവും വലിയൊരു വേദനയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ശശികല എല്ലാ കലയും എല്ലാവരുടേതുമാണ്. എല്ലാ കലകളും അഭ്യസിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഈ തനത് കല എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ ഈ സമൂഹത്തിൽ ചില പ്രത്യേക കലകൾ ചില പ്രത്യേക ആളുകൾക്കായി മാത്രം വശപ്പെടുത്തി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തി കൊടുക്കുന്ന ഒരു പരമ്പരാഗതമായ രീതിയുടെ തനിയാവർത്തനമാണ് ഇതിൻ്റെയൊക്കെ ഒരു വേദനയ്ക്ക്, ഒരു വിഷമത്തിന്, വേടൻ്റെ പാട്ട് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു ദഹനക്കുറവിന് ഒക്കെ കാരണമാകുന്നത് എന്നതാണ് ശശികലയുടെ ഈ വെപ്രാളം കണ്ടാൽ തോന്നുക. പ്രഭാകരൻ വരപ്രാത്ത് എന്ന് പറയുന്ന ഒരാൾ ഒരു ഡോക്ടർ വാസുവിനെ ഉദാഹരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റിൽ പറയുന്നുണ്ട്, ഈ തനത് കല എന്ന് പറയുന്നത് ഈ ഓരോ ജാതിയെയും ഉപജാതിയെയും ചില പ്രത്യേക സംഗതികളിലൂടെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോരുത്തർക്ക് ഓരോന്ന് പതിച്ചു കൊടുത്തിരിക്കുന്നത് പോലെയാണ്. കൂത്തിന് ചാക്യാർ, ചെണ്ടയ്ക്ക് മാരാർ, സർപ്പപ്പാട്ടിന് പുള്ളുവർ, നന്തുണിപ്പാട്ടിന് പാണൻ, വടിതല്ലിനും കന്നിപ്പാട്ടിനും പറയടിച്ചു പാടാനും പറയൻ, കളമെഴുത്തിന് വേലൻ, പൊറാട്ട് നാടകത്തിന് മണ്ണാൻ, കാക്കാരിശി നാടകത്തിന് കാക്കാലൻ, തുടികൊട്ടിനും മുടിയാട്ടം കളിക്കും പുലയൻ, ഓരോ തെയ്യം കെട്ടാനും ഓരോ ജാതിക്കാട്ടും, മാപ്പിളപ്പാട്ടിന് ഇസ്ലാം, മാർഗം കളിക്ക് ക്രിസ്ത്യാനി. ഇത്തരത്തിൽ ജാതി മതബന്ധിതമാണ് ഈ പരമ്പരാഗത കലകളെല്ലാം തന്നെ നിലനിൽക്കുന്നത്. ആ ജാതിമത സംഗതികളെ അതിൻ്റെ അടിത്തട്ടിൽ ഉറപ്പിച്ചു നിർത്തി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ വരേണ്യവർഗം കാലങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ തനത് കല എന്ന പേരിൽ ജാതിക്ക് പതിച്ചു കൊടുത്തിരിക്കുന്ന കലകൾക്കപ്പുറത്തേക്ക് ഞാൻ പാണനല്ല പുലയനല്ല എന്ന് പാടാൻ ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്ന വേടനെപ്പോലെയുള്ളവരെ ഈ ജാതിമത സംഗതികൾക്കപ്പുറത്തിറങ്ങിയ സിനിമാ ഗാനങ്ങളും റാപ്പ്